എറണാകുളത്ത് അധികം ആരും എത്തിപ്പെടാത്തൊരു പ്ലേസാണ് കടമ്മൻകുടി. ഞങ്ങൾ ആ കടമ്മൻകുടിയിലേക്കാണ് പോകുന്നത്. എന്താണ് അവിടുത്തെ ചെറിയ വിശേഷങ്ങളെന്നറിയാമെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ വളരെ ഗ്രാമീണ ഭംഗിയുള്ളൊരു സ്ഥലം, പറയാതിരിക്കാൻ നിവർത്തിയില്ല. 20 രൂപയാണ് എൻട്രൻസ് പാസ്സും എടുത്ത് ഞങ്ങളത് അകത്തേക്ക് കിടക്കുവാണ്. ഇതാണ് ഇവിടുത്തെ ഭംഗി. കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ്. ഒരു സന്ധ്യാസമയം വളരെ ചില്ലായിട്ട് നമുക്ക് കടന്നു പോകും. നമ്മൾ എത്ര സമയം ചിലവഴിച്ചാലും മതിയാകാത്ത രീതിയിലാണ്. സന്ധ്യയായി വരുന്തോറും വൈകി വരുന്തോറും ഭയങ്കര രസമാണ് കാണാനായിട്ട്. ആദ്യം നമ്മൾ ഈ ബ്രിഡ്ജ് കയറിയാണ് ഇറങ്ങേണ്ടത്. അവിടേക്ക് എത്തുന്ന കല്ലുവിൻ്റെ ഒരു സന്തോഷം കണ്ടോ. കല്ലുവിൻ്റെ സന്തോഷം കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്ന്. ഇനി അകത്തേക്ക് പോയാൽ മാത്രമേ ബാക്കിയുള്ള ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ കഴിയുള്ളൂ. നമുക്കിവിടെ ബോട്ട് സവാരിയൊക്കെ നടത്താം. ഹയാത്തിൻ്റെ ബോട്ടുകളുണ്ട്. അതെല്ലാം നമുക്ക് ഈ സൈഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ദൂര സ്ഥലങ്ങളിൽ ഒരുപാട് ഭാഗം ചുറ്റിയടിക്കാനായിട്ട് വേറെ ബോട്ട് സർവീസ് ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല കളിക്കാനുള്ള പ്ലേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കായൽ തീരത്ത് ഇങ്ങനെ തുള്ളിച്ചാടുന്ന കല്ലുവിനെ കണ്ടോ. ഇപ്പോൾ വീഴുമെന്നറിയാത്ത രീതിയിലാണ്. അതിനിടയ്ക്കാണ് ഊഞ്ഞാലാട്ടം. അതും രണ്ട് സൈഡിലേക്കും കായലുള്ള ഈ സ്ഥലം കാണാൻ വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. കണ്ടോ, ചീനവലയും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അതിൽ ഏറ്റവും എടുത്ത് പറയാനുള്ള അവിടെയുള്ള തട്ടുകടകളാണ്. ചൂടായിട്ടെന്ന് വെച്ചാൽ ചൂടോടെ നമുക്ക് അപ്പോഴേക്കും പൊരിച്ച് തരുന്ന പഴംപൊരിയും കട്ട്ലേറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായയും എടുത്ത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. പറഞ്ഞേ പറ്റുള്ളൂ, അത്ര ടേസ്റ്റാണ്. വെറുതെ പറയുന്നതല്ല, പരസ്യമോ കാര്യങ്ങളൊന്നുമല്ല. നല്ല ടേസ്റ്റുള്ള പഴംപൊരിയും ചായയൊക്കെയാണ്. ഇങ്ങനെ കായലിലേക്ക് നോക്കിയിരുന്ന് നമുക്കതെല്ലാം കഴിച്ച് ഒരു സന്ധ്യാസമയം വളരെ ഭംഗിയായിട്ട്, അതായത് വളരെ സന്തോഷത്തോടെ തീർത്ത് നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം. ഞങ്ങളിനി തിരിച്ചു പോകാനുള്ള പുറപ്പാടിലാണ്. പക്ഷേ വിളിച്ചിട്ടാരും വരാൻ തയ്യാറല്ല. എനിക്കും അതിൽ പോകാൻ തോന്നാതെ ഞാനും കായൽ തീരത്തേക്ക് നോക്കി നിൽക്കുവാണ്. തിരിച്ചു വരുന്ന വഴിക്ക് ഒന്നുകൂടെ ഊഞ്ഞാലാടി ഞങ്ങൾ പോകാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ വളരെയധികം സന്ധ്യയായി. ഇനി ഞങ്ങൾക്ക് വീട്ടിലെത്താൻ ഒത്തിരി സമയമാകുന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിക്കുന്നു. ഇവിടുത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, ഈ കാഴ്ചകളും കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുന്നു. ബായ്.